സ്വാഭാവികമായിട്ടും ഈ പോരാട്ടം അതേ തലത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്നു. ഒരുപക്ഷെ നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും നിയമപാലകരാൽ അടിച്ചമർത്തപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും നീതിന്യായ കോടതിയിൽ നിന്നും അവർക്ക് അവരുടെ ആ പോരാട്ടത്തിന് ആദരവ് ലഭിക്കുന്നു, അല്ലെങ്കിൽ ആ തരത്തിൽ തന്നെ കോടതി കാണുന്നതാണ് മനസ്സിലാക്കാൻ. ഗീതാനന്ദൻ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നയാളെ എന്നുള്ള നിരീക്ഷണം കോടതി നടത്തുമ്പോൾ തീർച്ചയായും അതിൽ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ള ഒരു കാര്യം കൂടി, അതൊരു വ്യക്തിപരമായ കാര്യം എന്ന നിലയിലല്ല, ഗീതാനന്ദനെയും ജാനുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രംഗം ഇപ്പോഴും ആ ദൃശ്യങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. അത് ഏറെ നാളത്തെ ഒളിവിന് ശേഷം പോലീസ് ഇവരെ കണ്ടെത്തുകയും അതിനുശേഷം അവരെ പിടിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ഗീതാനന്ദൻ്റെയും ജാനുവിൻ്റെയും ഒരുപക്ഷെ ഫയലുകളിലൊക്കെ ആ ചിത്രമുണ്ടാകും. മുഖം മുഴുവൻ അടിച്ച് പരത്തി നീലിച്ച് നിറവുമായി മുഖം നീലിച്ച മുഖം മാത്രമാണ് പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള ഇത്. അതിൽ മുഖം അടിച്ച് നീലിച്ച പോലീസിൻ്റെ അതിക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയ ഗീതാനന്ദനെയും ജാനുവിനെയും ആ ദൃശ്യങ്ങൾ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഗീതാനന്ദനും ജാനുവും ഉൾപ്പെടെയുള്ള ആദിവാസി ഗോത്രമഹാസഭ ഇത്തരത്തിലൊരു സമരം നടത്തിയത് അവിടെയുള്ള അവർക്ക് ആർക്കെങ്കിലും വേണ്ടിയാണ് എന്ന ഒരു തോന്നൽ കോടതിക്ക് ഉണ്ടായില്ല എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്, വളരെ ആശാവഹമായ കാര്യമാണ്. ഒരു ഭൂമിക്ക് വേണ്ടി കിടപ്പാടത്തിന് വേണ്ടി സമരം നടത്തുന്ന ആദിവാസി സമൂഹത്തെ കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവിച്ചില്ല എന്നുള്ളത് ഒരു പരിധിവരെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതല്ല. കോടതിയുടെ നീതിബോധത്തിൽ പ്രതീക്ഷയുണ്ട് എന്ന് നമുക്ക് പറയാം. അങ്ങനെ അതിന് ഗീതാനന്ദൻ മാത്രമോ അല്ലെങ്കിൽ ജാനു ഉൾപ്പെടെയുള്ള ആൾക്കാർ മാത്രമോ അല്ല, അതിനകത്ത് പങ്കെടുത്ത പലരുടെയും കാര്യം നേരത്തെ തന്നെ അക്ഷയ അതിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രതി അനിൽകുമാറിൻ്റെ ഒരു പ്രതിയുടെ കാര്യം പറയുന്നത്. ഇതിലെല്ലാം തന്നെ ഇവർ ഈ രീതിയിൽ സമരക്കാർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സമരക്കാരാണ്. അവർ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ആയുധമെടുത്ത് പോലീസിനെതിരെ സമരം നടത്തേണ്ടി വന്നത്. ആ നടത്താനുണ്ടായ സാഹചര്യത്തെയാണ് അതാണ് പരിശോധിക്കേണ്ടത് എന്നാണ് കോടതി പരോക്ഷമായി പറയുന്നത്. പക്ഷേ പോലീസ് എന്ത് ചെയ്തു, അധികാരിവർഗം അധികൃതർ എന്ത് ചെയ്തു, CBI എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് പോലീസിന് നേരെ ഒരു കൂട്ടം ആദിവാസികൾ ആയുധമായി എടുത്ത് നടത്തിയ ഒരു കേവലമായ അക്രമമായി, അതൊരു കുറ്റകൃത്യം മാത്രമായി, ഒരു സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യത്തിൻ്റെ നിലവാരത്തിലേക്ക് അവർ ആ കേസിനെ പരിവർത്തിപ്പിച്ചു എന്നിടത്താണ് പ്രശ്നം. അതൊരു പക്ഷേ വളരെ വിശാലമായ ഒരു തരത്തിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഈ കേസ് അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ അതിനകത്ത് ജോഗിയുടെ നീതി വളരെ പ്രധാനമായി ആ ഒരു ചോദ്യമായി ഇവിടെ നിലനിൽക്കുമായിരുന്നു. ഇപ്പോൾ ജോഗി ചിത്രത്തിൽ പോലുമില്ല. പോലീസിന്റെ കേസുകളിലും എവിടെയും ജോഗിയുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ആ കേസ് എന്ന് പറയുന്നത് ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു എന്ന നിലയിലേക്ക് ചുരുക്കി കണ്ടു എന്ന ഒരു പോരായ്മ ഈ കേസിൽ ഈ അന്വേഷണ സംഘത്തിന് ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്.